Dear students, welcome to Career Maker. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഹൂ ഈസ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് ചോദിച്ചാൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് ആൻ അതോറിറ്റി അപ്പോയിൻറ്റഡ് ബൈ RBI മെയിൻലി ടു ക്ലിയർ ദ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് ഓഫ് ബാങ്ക്സ്. അതായത് ബാങ്കിങ് സെക്ടറിലെ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി RBI അപ്രൂവ് ചെയ്തേക്കുന്ന അതോറിറ്റിയാണ് ആര്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 2006 ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അമെൻഡ് ചെയ്തേക്കുന്നത് 2017 സ്കീമിന് എന്ത് ചെയ്തിട്ടുണ്ട്? അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കീമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് പോകാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക്. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കസ്റ്റമറിന് ബാങ്കിങ് റിലേറ്റഡ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അറ്റ് ഫസ്റ്റ് ദേ ക്യാൻ കോൺടാക്ട് ദ ബാങ്ക്. അവർക്ക് ആദ്യം ബാങ്കിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. വിത്തിൻ 30 days they are not getting any solution. 30 ദിവസത്തിനകത്ത് they are not getting any solution, then they can reach to the banking ombudsman. ക്ലിയർ? അപ്പോൾ ഇന്ത്യയുടെ അകത്ത് ഉള്ള എല്ലാ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ഹെഡിലേക്ക് ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാനെ ഓൾറെഡി RBI അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ ബാങ്കുകളുടെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ അറ്റ് ഫസ്റ്റ് വിൽ ഹിയർ ദ സൈഡ് ഓഫ് കസ്റ്റമർ. ആദ്യം കസ്റ്റമറുടെ സൈഡ് കേൾക്കും, അതിനുശേഷമായിരിക്കും ആരുടെ സൈഡ് കേൾക്കാൻ പോകുന്നത്? ബാങ്കിൻ്റെ സൈഡ് കേൾക്കുന്നത്. ദെൻ ഹീ ഈസ് ടേക്കിംഗ് ഹിസ് ഡിസിഷൻ. സോ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എടുക്കുന്ന ഡിസിഷന് പറയുന്ന പേരാണ് അവാർഡ്. ക്ലിയർ? അപ്പോൾ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. സോ ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് കോമൺലി നോൺ ആസ് വിച്ച് ഓഫ് ദ ഫോളോവിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എടുക്കുന്ന ഡിസിഷന് പറയുന്ന പേരായിരിക്കും അവാർഡ്. Then അതേപോലെ complaint is coming from the bank's hand, the bank is getting penalty from RBI. So banking ombudsman. So the banking ombudsman can impose a maximum penalty up to 20 lakh rupees. 20 ലക്ഷം രൂപ വരെ എന്ത് പെനാൽറ്റി കൊടുക്കാം? ബാങ്കിങ് ഓംബുഡ്സ്മാന് ബാങ്കുകൾക്ക് പെനാൽറ്റി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ അതേപോലെ ഇവിടുന്ന് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ദേ ഹാവ് ടു വിസിറ്റ് ദ ബാങ്ക്. Within 30 days they are not getting any solution, they can visit to the banking ombudsman. He will clear that customer complaint within 30 days. 30 ദിവസത്തിനകത്ത് തന്നെ കസ്റ്റമറിന് എന്ത് കിട്ടും? സൊല്യൂഷൻസ് കിട്ടും. ക്ലിയർ? ദെൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ എടുക്കുന്ന ഡിസിഷൻ പറയുന്ന പേര് അവാർഡും. ദ പെനാൽറ്റി, ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ക്യാൻ ഓഫർ ദ മാക്സിമം പെനാൽറ്റി അപ് ടു 20 lakhs എന്നൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. If you are not satisfied with the award of banking ombudsman, then you can visit the higher authority. So എപ്പോഴും ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഹയർ അതോറിറ്റി എന്നുള്ളത് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആയിരിക്കും. ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആയിരിക്കും ബാങ്കിങ് ഓംബുഡ്സ്മാൻ്റെ ഹയർ അതോറിറ്റി. സോ ഹി ഓർ ഷീ വിൽ ക്ലിയർ ദ കസ്റ്റമർ കംപ്ലയിൻറ്റ് വിത്തിൻ 15 വർക്കിംഗ് ഡേയ്സ്. 15 വർക്കിംഗ് ഡേയ്സിനകത്ത് കസ്റ്റമർ കംപ്ലയിൻറ്റുകൾ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്യും. അപ്പോൾ നോർമൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ബാങ്കിങ് ഓംബുഡ്സ്മാൻ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക് യു ഓൾ.